നമസ്കാരം ഡോക്ടർ. ഇതൊരു 41 വയസ്സുകാരിയായ ഒരു സ്ത്രീയുടെ ചോദ്യമാണ്. ഇവർക്ക് പ്രമേഹ രോഗമുണ്ട്. രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച ഘട്ടത്തിലാണ് ഇവർക്ക് പ്രമേഹ രോഗം ഐഡന്റിഫൈ ചെയ്തതും അതിനുശേഷം അവര് പ്രമേഹത്തിന് ചികിത്സ എടുക്കുന്നുണ്ട്. പക്ഷെ 40 വയസ്സുണ്ട്. 41 വയസ്സ് ഇപ്പോൾ 41. എത്ര വർഷമായി പ്രമേഹ രോഗം തുടങ്ങിയിട്ടെന്ന് എന്തേലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. പക്ഷെ അവര് പ്രമേഹത്തിന് ചികിത്സ എടുക്കുന്നുണ്ട്. ഉം. അവരുടെ പ്രമേഹം ഏറിയും കുറഞ്ഞും ഇങ്ങനെ നിൽക്കുകയാണ്. ഉം. അവരുടെ സംശയം എന്താന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ തീരെ സെക്സിൽ താല്പര്യമില്ല. ബന്ധപ്പെടുമ്പോൾ വേദനയെല്ലാം അനുഭവപ്പെട്ട് തുടങ്ങുന്നുണ്ട്. ഈ പ്രമേഹം പുരുഷന്മാരുടെ ഉദ്ധാരണത്തെ കുറയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീയുടെ ലൈംഗിക താല്പര്യങ്ങളെയും അവരുടെ ലൈംഗിക ചോദനയെയും പ്രമേഹം ബാധിക്കുമോ എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. അതിൽ അടിസ്ഥാനപരമായ കാര്യം, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതൊരു മനുഷ്യജീവിയാണ്. അതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രമേഹ രോഗം എങ്ങനെ അവരുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നു, എങ്ങനെ അത് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ്. ഒന്ന്, അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹ രോഗം. അത് ഹൈ ലെവലില് HbA1c വളരെ കൂടി നിൽക്കുന്ന അവസ്ഥയിലുള്ള പ്രമേഹ രോഗം. രണ്ട്, ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന, കൺട്രോളിലാണെങ്കിൽ പോലും വളരെ വർഷങ്ങളായിട്ടുള്ള പ്രമേഹ രോഗം. ഇത് രണ്ടും ഒരുപോലെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രമേഹ രോഗം ഉള്ള പുരുഷന്മാരിൽ 35 മുതൽ 75% പേർക്ക് ഉദ്ധാരണക്കുറവ് വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജനറൽ പോപ്പുലേഷൻ ഏതാണ്ട് 26%. അപ്പൊ ജനറൽ പോപ്പുലേഷനിൽ വരുന്നതിനേക്കാളും ഏതാണ്ട് 3 ഇരട്ടിയോളം വ്യക്തികൾക്ക് പ്രമേഹ രോഗമുള്ളവരിൽ ഉദ്ധാരണക്കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും പഠനങ്ങൾ ആരും നടത്തിയിട്ടില്ല. ഇത്ര റിപ്പോർട്ടുകൾ നമുക്ക് അവൈലബിൾ അല്ല. അതില് ഇതെങ്ങനെ ബാധിക്കുന്നു ചോദിച്ചാൽ, ഒന്ന്, നെർവ്സിനെ, നമ്മുടെ നാഡികളെ ബാധിക്കുന്നുണ്ട് പ്രമേഹ രോഗം. നാഡികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. രണ്ട്, രക്തക്കുഴലുകളെ ബാധിക്കുന്നുണ്ട്. രക്തക്കുഴലുകൾ ഒട്ടിപ്പിടിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. ജെനിറ്റൽ ഓർഗൻസിലേക്ക് ബ്ലഡ് ഫ്ലോ, എക്സൈറ്റ്മെന്റ് സമയത്ത് ബ്ലഡ് ഫ്ലോ കൂടുന്നുണ്ട്. ആ ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് എക്സൈറ്റ്മെന്റ് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഫ്ലോയെ ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും സെക്ഷൽ ഡിസയറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡിസയറിനെ അഫക്ട് ചെയ്യുന്നു. സെക്ഷൽ എറൗസലിനെ അഫക്ട് ചെയ്യുന്നു. മൂന്ന്, പെയിൻഫുൾ സെക്സ് ഒരു കോസാണ്. നാലാമതായിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷനും പെയിനിന് കാരണമാണ്. അപ്പോൾ ദീർഘകാലമായ പ്രമേഹ രോഗം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ് എന്ന് പറയുന്നത് സ്ത്രീകളിലും ലൈംഗിക പ്രശ്നങ്ങൾ ഒരു പ്രധാന കാരണമാണ്. ഇത് മാത്രമല്ല, ഡയബറ്റീസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ കുറെ ഇതിനോടനുബന്ധിച്ച് കുറെ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാം. ഇതെല്ലാം ബാധിക്കും. ഇത് പ്രമേഹം മാത്രമായിരിക്കില്ല. പ്രമേഹം ദീർഘകാലമായിട്ട് വന്നു കഴിയുമ്പോഴേക്കും അതോടൊപ്പം ഹൈപ്പർ ടെൻഷൻ വരാം, സ്ലിപ്പിഡീമിയ, അതായത് കൊളസ്ട്രോൾ കൂടിയ അവസ്ഥ വരാം. ഇതെല്ലാം ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഒപ്പം പൊണ്ണത്തടിയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഹെൽത്ത് പ്രോബ്ലംസ് വരുമ്പോൾ ഹോർമോണൽ ഇംബാലൻസും വരും. അപ്പോൾ സെക്ഷൽ ഡിസയർ, എറൗസൽ, പെയിൻഫുൾ സെക്സ്, ഇൻഫെക്ഷനുള്ള സാധ്യത, ഇതെല്ലാം സ്ത്രീകളിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രമേഹം കർശനമായിട്ട് നിയന്ത്രിക്കുക. പ്രമേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണുക. ആ HbA1c ലെവല് ഒരു 7 താഴെ നിർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒപ്പം കൃത്യമായ വ്യായാമം, ആഹാരത്തില് വേണ്ട നിയന്ത്രണങ്ങൾ വരുത്തുക, മെഡിസിൻസ് കറക്റ്റായിട്ട് കഴിക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്തായാലും അവരുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ പ്രമേഹത്തിന് അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് പുരുഷന് വരുന്നത് പോലെ തന്നെ സ്ത്രീക്കും വരാൻ പഠനങ്ങൾ അതിൽ കൂടുതൽ നടന്നിട്ടില്ല എന്നൊരു വ്യത്യാസം മാത്രമാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.